നമ്മുടെ അമ്മാവൻ ഫോർഡ് എക്കോസ്പോർട്ട് മേടിച്ചു. ഫോർഡ് എക്കോസ്പോർട്ട്, അതായത് മറ്റേ ഫോർഡ് ഇന്ത്യ വിട്ട് പോയായിരുന്നു. തിരിച്ചു വരുന്ന കേൾക്കുന്നുണ്ട്, കറക്റ്റാണോ എന്നറിയില്ല. ഇന്നലെ പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി മറ്റേ മരുമോളുടെ വീട്ടിൽ പോയതാണ്, കൂടെ കയറി വന്നത്. പുതിയ കാർ മേടിച്ചപ്പോൾ അതായിട്ട് വന്നത്. നല്ല വണ്ടിയാണ്. ഇൻസൈഡ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പുതിയ വണ്ടി പോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി. 8 ലക്ഷം രൂപയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പ്രൈസ് കുറച്ച് ഹൈയല്ലേ കൊച്ചാച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എടാ അതൊന്നുമല്ല, ഇതിൽ കൂടുതൽ പ്രൈസ് ഉണ്ട്, ഇത് ലാഭത്തിലാണ് കിട്ടിയതെന്ന് പറഞ്ഞു. അത് സ്പോർട്സ് മോഡലാണ്. എൻ്റെ ബ്രാൻഡ് ന്യൂവിൻ്റെ വില 13.5 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു. സ്പോർട്സ് മോഡലാണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ 13.5 ലക്ഷം രൂപ വരുന്നത്. അപ്പോൾ അത് ലാഭമെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ വിചാരിച്ച ഒരു 5 ലാക്സിനൊക്കെ കിട്ടുമായിരിക്കുന്ന വിചാരിച്ചു. ഫോർഡ് എക്കോസ്പോർട്ട് ഒരു 5 ലക്ഷത്തിനൊക്കെ ഫോർഡ് എക്കോസ്പോർട്ട് കിട്ടുന്നതായിരുന്നു എൻ്റെ ഒരു 5-6 കിട്ടുമായിരിക്കുന്നതാണ്. പക്ഷേ അത് ഇന്ത്യ വിട്ടുപോയെങ്കിലും അതിന് ഇപ്പോഴും നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു. 8 ലക്ഷമായിരുന്നു പറഞ്ഞു. പിന്നെ ബ്രോക്കേഴ്സ് വഴി അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചാച്ച ഒരു മറ്റേ ഇത് നോക്കാൻ പാടില്ലായിരുന്നു വെച്ചാൽ, അതായത് ഓട്ടോമാറ്റിക്. കാരണം ഇനി കാജക്ക് മുട്ട് അതിനൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ കൊച്ചാച്ചിനൊക്കെ ഏജായി വരികയല്ലോ. അപ്പോൾ ഈ ഇതിനെളുപ്പം നമ്മൾ ഈ ഗിയർ ചേഞ്ച് ചെയ്യണ്ടല്ലോ. ഒരു ഓട്ടോമാറ്റിക് നോക്കാൻ പാടില്ലാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കാണ് നോക്കി. അപ്പോൾ ഒരാൾ അപ്പോൾ ആദ്യം അവർ വിൽക്കണ്ടെന്ന് പറഞ്ഞു, പിന്നെ വിൽക്കണില്ല. മോനെ അതിൻ്റെ വിദേശത്തുണ്ട്. പുള്ളി പറഞ്ഞു 2-3 തവണ പുള്ളി വന്നിട്ട് പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റിയ മോഡൽ കിട്ടിയില്ല ഈ ഓട്ടോമാറ്റിക്കിൽ. വണ്ടി നല്ല വണ്ടിയാണ്. കൊച്ചാച്ചന് പൊതുവേ ഞാൻ പറഞ്ഞ കൊച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ അമ്മാവെന്ന് പറഞ്ഞാൽ അമ്മയുടെ 2ാമത്തെ ആങ്ങള ഏജ് കൊണ്ട്. പുള്ളിക്ക് പൊതുവെ ഈ അമേരിക്കൻ വണ്ടികളോട് നല്ല ഇഷ്ടമാണ്. കാരണം പുള്ളി കുറേ നാൾ കുവൈറ്റിൽ വർക്ക് ചെയ്തു. അപ്പോൾ അന്ന് കാലത്ത് ഈ ചവർലെറ്റും ഫോർഡും ഒക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ബെസ്റ്റ് എൻജിൻസായിരുന്നു. എത്ര വർഷം കഴിഞ്ഞാലും കംപ്ലൈൻറ്റ്, എൻജിനും അവരുടെ ബോഡിയും ഒക്കെ വളരെ റിജിഡായിരുന്നു. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും കംപ്ലൈൻറ്റ് വരില്ലാത്ത സാധനമായിരുന്നു അമേരിക്കൻ വണ്ടികൾ. ഈ കുവൈറ്റിലൊക്കെ പുള്ളി കുവൈറ്റിൽ കുറേ നാളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 10-15 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പുള്ളി എടുത്തപ്പോൾ ഓപ്പൽ കോർസ എടുത്തു. അത് ഈ ജനറൽ മോട്ടോഴ്സിൻ്റെ വണ്ടിയായിരുന്നു. ഇപ്പോൾ ഫോർഡ് എടുത്തു, അത് അമേരിക്കൻ വണ്ടിയാണ്. പിന്നെ പുള്ളി എടുത്തത്, പിന്നെ ഇടയ്ക്ക് ടാറ്റ എടുത്തു പറഞ്ഞു. ഏറ്റവും ആദ്യം എടുത്തത് മാരുതി ഓമിനിയുടെ വാഹനം. അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അത് കൊടുത്തിട്ടില്ല. അത് പെരുമ്പാവൂർന്ന് പുള്ളിക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നു വരാനായിട്ട്. അത് നല്ല പഴക്കമുണ്ടാവും. ഇങ്ങനെ 5 കൊല്ലം റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ അത് ബെസ്റ്റാന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ബാക്ക് സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ തേങ്ങ പൊതിച്ചിട്ട് അത് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ വേണമെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ പല പരിപാടിക്ക് പുള്ളിക്ക് പാണങ്ങളിൽ പുള്ളിക്ക് സ്ഥലമുണ്ടല്ലോ, 3-4 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള എന്തെങ്കിലും റോ മെറ്റീരിയൽസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഈ സാധനം അതിൽ യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞു. മാരുതിയുടെ ഓമിനി വാൻ. പുള്ളി അത് അന്നത്തെ കാലത്ത് എല്ലാവരും 400 എടുത്തപ്പോൾ പുള്ളി പോയി വാനാണ് എടുത്തത്. എല്ലാവരും അന്നത്തെ കാലത്ത് 800 എടുത്തുകൊണ്ടിരുന്നത്. മാരുതി സുസുക്കി 800 ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 88 ഏത് വർഷമാണ് പുള്ളി എടുത്തത്? 90ക്ക് ശേഷമായിരിക്കും. കുവൈറ്റ് പ്രശ്നം ഉണ്ടായത് ഏത് വർഷമാണ്? 90. അന്നാ പുള്ളി വന്നത്, അന്നാണ് പുള്ളി എടുത്തത്. കുവൈറ്റിൽ മറ്റേ യുദ്ധം ഉണ്ടായില്ല, അന്നാണ് പുള്ളി നിർത്തിപ്പോകുന്നത്. പിന്നെ പുള്ളി തിരിച്ചു പോയിട്ടില്ല. അപ്പം അന്ന് കുവൈറ്റ് യുദ്ധം ഉണ്ടായ സമയത്താണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അന്ന് എടുത്ത വണ്ടിയാണ് ഓമിനി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊരു 10-15 കൊല്ലം പഴക്കം കാണുമായിരിക്കും. അതിങ്ങനെ പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ വേറെ ഏത് വണ്ടി കൊടുത്താൽ ഈ സാധനം കൊടുക്കാറില്ല. അത് പുള്ളിക്ക് ട്രാൻസ്പോർട്ടേഷന് സൗകര്യമാണ്. പുള്ളിയുടെ നാട്ടിൽ നിന്ന് പാണങ്കുഴിയാണ് അവിടെ. അപ്പോൾ അവിടെ സ്ഥലമുണ്ട് 3-4 ഏക്കർ. വീട് ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് പെരുമ്പാവൂർ വീട് വെച്ചേക്കുക. അപ്പോൾ ഈ പാണങ്കുഴി പോയിട്ട് ഈ സാധനങ്ങൾ അവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഇല്ലേ, റബ്ബർ ഷീറ്റ്, മറ്റേ തേങ്ങ അങ്ങനെയുള്ള എന്തെങ്കിലും ജാതി ഉണ്ടെങ്കിൽ ജാതി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താക്കിയിട്ട് ഈ ഓമിനിയിലാക്കിയിട്ട്
ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ പെരുമ്പാവൂർ മാർക്കറ്റിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കൊടുത്താൽ മതിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമുള്ളതുകൊണ്ട് പുള്ളി അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഞാൻ ഡീസലാണോ പെട്രോളാണോ എന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അത് അത്ര ഡീസലാണോ പെട്രോളാണോ പുള്ളി മേടിച്ചതെന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. വേറെ ഞാൻ പറഞ്ഞ പുള്ളി അപ്പോൾ കുവൈറ്റിലുള്ള എക്സ്പീരിയൻസ് വെച്ചായിരിക്കും പുള്ളിക്ക് ഈ അമേരിക്കൻ വണ്ടികളാണ് താല്പര്യം കൂടുതൽ. കാരണം പുള്ളി മേടിച്ചതിൽ ഒന്ന് ഫോർഡ് ഓപ്പൽ കോർസ, അത് മറ്റേ ജനറൽ മോട്ടേഴ്സും ജർമ്മനിയാണ് ഓപ്പൽ. പിന്നെ ഇതിപ്പോൾ ഫോർഡ്. ഇടയ്ക്ക് പുള്ളി ഒരു ടാറ്റ മേടിച്ചായിരുന്നു. ടാറ്റ ടാറ്റയുടെ ബാക്കിൽ ഡിക്കിയുള്ളതിൻ്റെ പേരിന് ഇൻഡിഗോ അല്ലാതെ വേറെ ഒരെണ്ണമുണ്ടല്ലോ, ബാക്കിൽ ഡിക്കിയുള്ള മോഡൽ, ആ വില കുറഞ്ഞ ടൈപ്പ് ബാക്കിൽ ഡിക്കിയുള്ള മോഡൽ സെഡാൻ, അതാ മേടിച്ചത്. ഇൻഡിഗോ ഒക്കെ എനിക്ക് തോന്നുന്നു ബാക്കിൽ ഹാച്ച് ബാക്ക് ടൈപ്പാണ് തോന്നുന്നത്. അതിന് ഡിക്കിയുള്ള ഒരു മോഡലുണ്ട് അവർക്ക്, അതിൻ്റെ പേര് ഞാൻ അങ്ങോട്ട്, അതാ പുള്ളി മേടിച്ചത്. ഇതിന് മുമ്പിലത്തെ കാർ അതായിരുന്നു. അതിന് മുമ്പ് ഓപ്പൽ കോർസ് ആയിരുന്നു വർഷങ്ങളോളം. അതിന് മുമ്പ് ഇത് മൂന്നാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. പുള്ളിയുടെ കാറുകൾ ഓപ്പൽ കോർസ് കഴിഞ്ഞിട്ട് ടാറ്റ മേടിച്ചിട്ട് ഇത് മേടിച്ചു. വാൻ ആദ്യം മുതലുണ്ടായിരുന്നു, ഈ മാരുതി വാൻ. അത് ഇതേവരെ കൊടുത്തിട്ടില്ല. എനിക്ക് പറഞ്ഞാൽ 90s മേടിച്ചായിരിക്കും വാൻ. അന്ന് എല്ലാവരും 800 മേടിച്ചപ്പോൾ അങ്കിൾ മാത്രമാണ് വാൻ മേടിച്ചത്, മാരുതിയുടെ ഓമിനി വാൻ. അപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിയുടെ റിക്വയർമെൻറ്റിന് അതാ നല്ലതെന്ന് പറഞ്ഞ് പുള്ളി അത് മേടിച്ചായിരുന്നു. അന്ന് മിക്ക നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും തന്നെ 800 അല്ലെങ്കിൽ സെൻ, ഇത് രണ്ട് മേടിച്ചോണ്ടിരുന്നത്. ഒരു അങ്കിൾ അന്ന് മേടിച്ചത് വാനാണ്. അത് പക്ഷെ നല്ല വണ്ടിയാണെന്നാണ് പറയുന്നത് പുള്ളി ഇപ്പോഴും പറഞ്ഞത്. അത് നല്ല വണ്ടിയാണ്, എവിടെ പാർക്ക് ചെയ്യാം, സ്പേസ് കുറവ്, അത്യാവശ്യം. പിന്നെ നല്ല അഭിപ്രായം എപ്പോഴും പറയുന്നത്. മാരുതി വാൻ, നമ്മുടെ പഴയ വാൻ 800 സൈസുള്ള മാരുതി വാൻ, ആദ്യത്തെ വാൻ. പ്രൈസ് അത്രയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇന്നാളെ ഞാൻ സ്കോഡയുടെ വില ആരാണ്ട് പറഞ്ഞിട്ട്, സ്കോഡ ഒക്ടേവിയ ഒക്കെ 20 ലക്ഷമൊക്കെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് എനിക്ക് തോന്നുന്നത് 2021 മോഡലെന്ന് അങ്കിൾ പറഞ്ഞു. ഈ ഫോർഡ് വണ്ടി ഇപ്പം മേടിച്ചില്ല, എക്കോ സ്പോർട്ട്, അത് 2021 മോഡൽ, അത് സ്പോർട്സ് മോഡലാണെന്ന് പറഞ്ഞത്. അതിന് പുതിയ വണ്ടി അത് 13.5 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞത് എൻ്റെ പ്രൈസ്. അത് 8 ലക്ഷത്തിന് മേടിച്ചത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടിയ മോഡലായിരിക്കും, ഈ മാനുവൽ ഗിയറിൽ ഏറ്റവും കൂടിയ മോഡലാണ്, ഓട്ടോമാറ്റിക് അല്ല. ഞാനൊക്കെ ഇനി 4-5 വർഷം കൂടെ, അല്ലെങ്കിൽ 5 വർഷത്തെ ഇതൊന്നും മാറ്റൂല, ഇത് തന്നെയായിരിക്കും. ഇനി എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ ചെറിയ വണ്ടിയെ മേടിക്കുള്ളൂ. അതായത് ചെറുത് മാരുതി സുസുക്കി പോലെയുള്ള ചെറിയ വണ്ടി, ഒരു 5-6 ലക്ഷം രൂപയ്ക്കുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ റിക്വയർമെൻറ്റ്. ഇപ്പോൾ പിള്ളേർ പല സ്ഥലത്തേക്ക് പോവും, അപ്പോൾ റിക്വയർമെൻറ്റ് കുറഞ്ഞു, നമുക്ക് വലിയ വണ്ടിയുടെ ആവശ്യം വന്നില്ല. പിന്നെ പിള്ളേർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വലിയ വണ്ടി മേടിച്ചോളൂ, നമുക്ക് പിന്നെ വലിയ വണ്ടിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ വണ്ടിയിട്ട് മാറും. ഫ്യൂച്ചറിൽ വരുമ്പോൾ നമ്മൾ ചെറിയ വണ്ടിയായിരിക്കും. ഈ മാരുതിയുടെ ഓട്ടോമാറ്റിക് വണ്ടികളില്ല, എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. നമുക്കിപ്പോൾ സ്കൂട്ടറൊന്നും ഓടിക്കാൻ പറ്റില്ല, അപ്പോൾ പിന്നെ കൊല്ലഞ്ചേരിയിൽ അവിടെ പോയി സാധനം മേടിക്കാനൊക്കെ ഉള്ള റിക്വയർമെൻറ്റൊക്കെ കണക്കാക്കി ചെറിയ വണ്ടിയിട്ട് മാറും. മാരുതി പോലെ അങ്ങനെ ഏതെങ്കിലും വണ്ടികൾ. ടാറ്റ നല്ല കിട്ടിയാൽ ടാറ്റ മേടിക്കും. ടാറ്റയും കുഴപ്പമില്ലാത്ത മോഡലാണ്. ചെറിയ വണ്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അങ്ങനെ ഉള്ളത് പ്രിഫർ ചെയ്യും ഫ്യൂച്ചറിൽ. നമുക്ക് പ്രായം കൂടുന്തോറും അപ്പോൾ നമുക്ക് ചെറിയ വണ്ടിയായിരിക്കും നമുക്കും കംഫർട്ടബിൾ. കാരണം പിള്ളേർ ഇവിടെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല, അവർക്ക് ഓരോ സ്ഥലത്ത് ജോലി അത് ഇതൊക്കെ ആയിട്ട് അവർ ഇതായിരിക്കും. അപ്പോൾ ഞാനും വൈഫ് ആണെങ്കിൽ ചെറിയ വണ്ടി മതിയാവും. അപ്പോൾ ഇതൊരു 4-5 കൊല്ലം കൊണ്ടുവന്ന് നടന്നിട്ട് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റിൽ ആവണതനുസരിച്ച് ചെറിയ വണ്ടിയിട്ട് മാറുമ്പോൾ